90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. Mama walisema nami siku എവിടെയെങ്കിലും കാണൂടാ അച്ഛോ അച്ഛോ അച്ഛ എന്താ ബാത്റൂമിന് വന്ന കസേരയല്ലേ അയ്യോ അല്ല അച്ഛൻ ബാത്റൂമിലും കസേരല്ലേ വന്നേന്ന് ഷേവ് വന്നല്ലേ. ഓഹോ മക്കളെ ഒന്ന് പുഷ് ചെയ്യണം. എന്തോ നാടൻ പറയാം മട്ട് രാജി. വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കണേ. നോക്കണ്ട, തരില്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചേ മുഴുകിയിരിക്കുകയായിരുന്നു. എന്ത് കാര്യങ്ങളാ? കുഞ്ഞെന്തേടി? അവളതേ സൈക്കിൾ ഔട്ടിന് അവിടെ നിന്നിട്ട്. അവളല്ല, എന്റെ മൂത്ത കുഞ്ഞ് മുടിയെ. ഓ അവൻ അവിടെ എവിടെ കാണുമല്ലോ. അവനെ നേരത്തെ കാലത്ത് വല്ല വച്ചുളമ്പി കൊടുക്കണം. ഇഷ്ടംപോലെ കാശും എല്ലാം നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നവനാ. അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. അവനും അതേപോലെ തന്നെ കൊടുക്കണം. എന്നാൽ അവന് കുറച്ച് കൊടുക്കും. നമ്മൾ ഇത്തിരി സുഖസൗകര്യങ്ങൾ റെഡി ആയിരുന്നില്ലേ മോളൂ. എന്തെങ്കിലും ഇരിക്കണേ, പോയി ആ വേഷമൊക്കെ മാറി ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട്. അവൻ മേടിച്ചെന്ന ഡ്രസ്സല്ലേ, ഇട്ടില്ല അവന് വിഷമമില്ലേ? ഇതും കൊണ്ട് അവിടെ പോവാ. അവൻ പറഞ്ഞേ അച്ഛൻ നീ ഇറങ്ങരുത്, നീ തന്നെ വേണം, ഇതിൽ തന്നെ എല്ലായിടത്തും വെക്കോ, വേണമെങ്കിൽ ചെറിയൊരു മോട്ടോർ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്തിന്? ഇവിടെ അനായാസം ഇങ്ങനെ പോവാനേ, അവന്റെ തള്ളുണ്ടല്ലോ ഇങ്ങനെ. ആണോ? എന്നാ പിന്നെ വാഴക്കാരെയൊക്കെ ഒന്ന് പോയിട്ട് വരായിരുന്നില്ലേ? അത് വലിയ മോട്ടോർ വേണം. ആണോ? ബേബി എന്താ റെഡിയാക്കത്തെ? ബേബി നല്ല ഡ്രസ്സെല്ലാം ഇട്ടേക്കണേ. ആണോ? എങ്ങനെയുണ്ട്? അത് കുറച്ചും കൂടെ ഡള്ളായിപ്പോയി, കളർ ഡള്ളായിപ്പോയി. കുറച്ചും കൂടെ കളർഫുൾ ആവണായിരുന്നു. ആണോ? ഡ്രസ് കളർ കുറഞ്ഞു പോയോ? കുറച്ച് കളർ മൾട്ടി കളറാണെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പോ ലൈറ്റ് കളറായി പോയി. ലൈറ്റ് കളർ തീരെ ലൈറ്റ് ആയി പോയി. പിന്നെ അതിന് മാലയ്ക്ക് വീതി കുറഞ്ഞു. ഇച്ചിരി വീതി വേണോ അല്ലേ? തീരെ നേർത്തുവ മാലയായി പോയി. അതെന്താ? മുത്തുകുടയാണോ? തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിനുള്ള മുത്തുകുട പോലെ ഉണ്ടല്ലോ. അത് കമ്മലല്ലേ? കുറച്ചുകൂടെ വലുതാണെങ്കിൽ 2 ആന അത് വിഷമിക്കണ്ട, ഇതിനേക്കാൾ വീതിയല്ലേ. നമുക്ക് കുറച്ച് കഴിയുമ്പോ മാറി മാറി ഇടാലോ. മാല ഒന്നും തൊട്ട് കളിക്കണ്ട, അത് നമ്മള് കഴിഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ തിരിച്ചു. മോളെ ഞാൻ കാര്യം പറയട്ടെ, നമ്മളിപ്പോ പൈസക്കാരാണ്, ഇഷ്ടംപോലെ ഉണ്ട്, സ്വത്തുണ്ട്, ക്യാഷ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. പക്ഷെ ഈ ടെന്നീസ് റാക്കറ്റ് പോലത്തെ ആ കമ്മലല്ലേ, അത് ഇടരുത്. ചെവി 2 മുറിഞ്ഞു പോകും. എനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ വയ്യ, അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടെ ലൈറ്റ് ചെറുതായിട്ടുള്ള ഇട്ടാ നന്നായിരുന്നു. ഓക്കെ, ഞാനേ ഇപ്പോൾ ഡ്രസ് ചെയ്തിട്ട് വരാം. പോട്ടെ. ഇതും കൊണ്ടാണോ പോണേ? മോൻ പറഞ്ഞു. എന്റെ സ്വഭാവം അറിയില്ലേ, എന്തെങ്കിലും കിട്ടിയാ പിന്നെ അത് താഴ്ത്തു വെക്കൂലല്ലോ. ആണോ? ഓ ശരി. ഇങ്ങനെ മതിയോ? കേസ് വളർന്നു വലുതാകുമ്പോഴേ അതിന് ബർഗർ ഷോപ്പ് ഇട്ട് കൊടുക്കാം.
അപ്പൊ പിന്നെ നമുക്ക് സെയിൽ ചെയ്യാനൊന്നും കിട്ടില്ലടാ. ചേട്ടനും അനിയത്തിനും തന്നെ കഴിച്ചു തീർക്കും. പിന്നെ പാറക്കുട്ടി ഉണ്ടല്ലോ പോരാ. ആ സാമ്പിച്ച വേണോ? ഈ സൈക്കിളിൽ കിട്ടിയിട്ട് മോൾ ഇതിന്റെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല, അച്ഛൻ ആ കസേരയുടെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. താമ്പിച്ച് വേണോ കുഞ്ഞിന്? കുഞ്ഞ് താമ്പിച്ച് കുഞ്ഞിനൊരു പ്ലേറ്റ് തരട്ടെ, പ്ലേറ്റിൽ വെച്ച് തരട്ടെ കുഞ്ഞിന് താമ്പിച്ച്. ആ കുഞ്ഞ് കടിച്ചോ? വേണ്ടേ കുഞ്ഞിന്? വേണ്ടേ താമ്പിച്ച്? വേണ്ടേ? എന്റെ ദൈവം, ഇതെന്തോ ഇത്? എന്റെ മോൻ പറഞ്ഞു ഇത് എണീക്കലെന്ന് പറഞ്ഞു. വീരു എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. കുടിയാ മക്കൾ എങ്ങനെയുണ്ടാ? അടിപൊളി ലുക്ക്. 6-ാം തമ്പുരാൻ ലുക്ക് ഉണ്ട് പോട്ടോ. അതെ. ബാലു, ഒരു ഉപകാരം ചെയ്യാമോ? അടുക്കളയിൽ നമുക്ക് നിന്ന് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ നിങ്ങൾ ഈ കസേരയും ഈ സൈക്കിളും എല്ലാം ഇതിനകത്ത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ ഇവിടെ? മക്കളെ മുടിയാ? ഇല്ല ഇല്ല അമ്മ അവിടെ ഇരുന്നോട്ടമ്മ. നിങ്ങളുടെ ഈ സന്തോഷം കാണാൻ എനിക്ക് ഇഷ്ടം. എന്തിനാ ഇരിക്കട്ടെ, അച്ഛൻ ഉരുണ്ട് കളിക്കട്ടെ. എന്നിട്ട് ഓ ഷോ കാണിക്കാൻ. ഷോ അല്ലടി കുട്ടപ്പിള്ളരെ മോളെ. എന്റെ ചിലക്ക് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണ്. അതാ സംസാരം കേട്ടാ തന്നെ എനിക്ക് കണ്ടേ. വിടാനാ? ഇല്ല കരയല്ലേ ചേട്ടാ, അമ്മ എന്തായാലും എപ്പോഴും അടുക്കളയിലല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊന്നൊരു മോചനം വേണ്ടേ? നമുക്ക് ഒരു സെർവന്റ് റെഡി ആയി കൊടുത്താലെന്ത്? അമ്മയ്ക്ക് സെർവന്റിന്റെ ആവശ്യമൊന്നും ഇല്ല മക്കളെ. അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം സന്തോഷം വേറെ എന്താ ഉള്ളത് അല്ലേ? അങ്ങനെ നാക്ക് കുറച്ചേ പുറത്തോട്ട് നീട്ടു ബാലു. ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. നോക്കിയും കണ്ട കൊണ്ടുപോടെ. എടാ വിഷ്ണുവേ, ഇച്ചിരി കൂടി പോയില്ലടാ. അമ്മ അച്ഛനെല്ലാം ആസ്വദിക്കട്ടെ. അതിനിപ്പോ വീടിനകത്തല്ലയോ? എടാ ആസ്വദിക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ നമ്മളെ ജീവിതം ആസ്വദിക്കുമ്പോൾ നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത്. ഇതിപ്പോ ശരീരം എങ്ങാണ്ടുള്ള യാത്രയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിലിരുന്ന് തള്ളാനും കേശുവും. അപ്പൊ പിന്നെ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ നല്ല വണ്ണമുണ്ട്. ഡോണ്ട് വറി, നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ സെറ്റ് ആക്കി കൊടുക്കാം. പിന്നെ നോക്കാനേ ഇല്ല. എന്നാ എന്റെ മോൻ പെട്ടെന്ന് അത് ചെയ്യാൻ നോക്ക്. എന്തായാലും അങ്ങോട്ട് പോയിട്ട് ജിമ്മിൽ പോയി എന്തെങ്കിലും ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുത്താം. അതിനാണുള്ള പേഴ്സണൽ. എന്നാ പിന്നെ ഇവിടെ ഒരു ജിമ്മ് സെറ്റ് ചെയ്യാലോ നമുക്ക്. അമ്മയ്ക്കും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. സാൻഡ്വിച്ച് കൊടുക്കണേ എന്റെ കൊച്ചിന്. കുഞ്ഞിന് സാൻഡ്വിച്ച് വേണ്ടേ? കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടാ? എന്നാ വാ അമ്മ എടുക്കാം. കരയണ സൈക്കിള്, കുഞ്ഞിന്റെ സൈക്കിള് കരയണം. അമ്മേന്റെ മാല കണ്ടാ കുഞ്ഞ്? കണ്ടാ? കുഞ്ഞിന് വേണോ ഇത്? വേണ്ട, എന്റെ കുഞ്ഞ് സിമ്പിളാ. വാ പറഞ്ഞ ഉറക്കാൻ പോവാണോ? ഞാനും വരാം മമ്മി.